ഫോറക്സ് ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഗാസയിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്ന സമയത്ത് ഗോൾഡിൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചത് നമുക്കുണ്ട്. അതേപോലെ ഇസ്രായേൽ അമേരിക്കയും കൂടെ ഇറാനെ ആക്രമിച്ച സമയത്ത് അത്ര അത്ര ഭയാനകമായിട്ടുള്ള രീതിയിലൊന്നും ഗോൾഡിൻ്റെ വില കയറിപ്പോയതായിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ക്രൂഡ് ഓയിൽ അത്യാവശ്യത്തിന് അമേരിക്ക മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ളതാണ്. അങ്ങനെ ക്രൂഡ് ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡോളറിൻ്റെ വില ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഡോളറിൻ്റെ വില നിയന്ത്രിക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഗോൾഡിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു ഉയർച്ചയിലേക്ക് പോകാതിരുന്നത്. ഇപ്പം നിലവിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാം. കാര്യം ഗോൾഡിൻ്റെ ഒക്കെ റേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ നിന്നിട്ട് ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം എല്ലാവരും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് തീരുന്നോ അന്ന് മാത്രമാണ് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായിട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. അത് എല്ലാ മേഖലയിലും അതുണ്ടാവും. വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ മേഖലയിലും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഇനിയും തുടരുന്ന സമയം വരെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും മാർക്കറ്റിൽ.